യുഎയിലെ കാലാവസ്ഥ മാറി ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് കടക്കുന്നത് കാത്തുകാത്തിരുന്ന ആളുകളായിരിക്കും നമ്മളെല്ലാവരും. സുഹൈൽ നക്ഷത്രം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്നു. സുഹൈൽ വന്നിട്ടും പോയിട്ടും തണുപ്പ് വന്നില്ല എന്ന് നമ്മൾ പരിതപിച്ചു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അബുദാബിയിലെ ഹുദ്രിയാത്ത് ഐലൻഡിലാണ്. നിലവിലെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലസന്റ് ക്ലൈമറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. വലിയ ചൂടോ വലിയ തണുപ്പോ ഒന്നും ഇല്ലാത്ത ചെറിയ കാറ്റൊക്കെയുള്ളൊരവസ്ഥ. എന്തായാലും ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു NCM. അതുപ്രകാരം യുഎയുടെ ചില ഭാഗങ്ങളിൽ മഴ ലഭിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഷാർജയിൽ ഖൽബ റോഡിലൊക്കെ മഴ പെയ്തതായി നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചെറിയ രീതിയിൽ ഇന്ന് മഴ ലഭിച്ചിരിക്കുകയാണ്. ഇനി യുഎയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം നമുക്ക് നൈറ്റ് അപ്ഡേറ്റ്സിലൂടെ നിങ്ങളെ അറിയിക്കാനുള്ളത്, ദുബായിൽ വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച മികച്ച അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ സുപ്രധാനമായൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് യുഎയുടെ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ. അപ്പോൾ അധ്യാപകരെന്ന് പറയുമ്പോൾ വിവിധ കാറ്റഗറികളിലുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം പ്രയോജനപ്പെടുത്താം. ചെറിയ നഴ്സറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തൊട്ട് വലിയ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ വരെയുള്ളവർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും. ഒക്ടോബർ 15-ാം തീയതി മുതൽ ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചു തുടങ്ങാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. ഇനി UAE പ്രഖ്യാപിച്ച പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ICP അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വിസിറ്റ് വിസയിൽ വന്ന് ഓവർ സ്റ്റേ ആയിട്ട് കഴിയുന്ന ആളുകളും ഈ പൊതുമാപ്പിനായി അപേക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അവർക്ക് പുതിയൊരു സ്പോൺസറെ ലഭിക്കുകയാണെങ്കിൽ രാജ്യത്ത് തുടരുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകില്ല. അവർക്ക് ഈ ഓവർ സ്റ്റേയിൽ വന്നിട്ടുള്ള ഫൈനിൽ ഇളവ് നൽകും എന്നുകൂടി ICP ചേർത്തിരിക്കുന്നു. ഇനി രാജ്യം വിട്ട് പോകണമെങ്കിൽ എക്സിറ്റ് പെർമിറ്റ് നൽകുകയും ചെയ്യും. ഈ ഓഗസ്റ്റ് 31 വരെയുള്ള നിയമലംഘനങ്ങൾക്ക് ഇത് ബാധകമാണെന്നുള്ളൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. മറ്റൊന്ന്, റെസിഡന്റ് വിസ ഓവർ സ്റ്റേ ആയിട്ട് കഴിയുന്ന ആളുകൾക്കുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, അവർ ഈ രാജ്യം വിടുമ്പോൾ ആംനസ്റ്റിയിൽ രാജ്യം വിടുന്ന സമയത്ത് ബയോമെട്രിക് ചെയ്യണമായിരുന്നല്ലോ, കണ്ണ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 15 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് നടപടികളും ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് ICPയുടെ അറിയിപ്പ്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2024 ഒക്ടോബർ 6 ഞായറാഴ്ച.